ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചിക്കൻ വിങ്സ് കൊണ്ട് ഒരു അടിപൊളിയായിട്ടൊരു ഡ്രം സ്റ്റിക്കാണ്. ചിക്കൻ ഡ്രം സ്റ്റിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി വിഭവം. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ചിക്കൻ്റെ വിങ്സിൻ്റെ ഇതെടുത്ത് അതിൻ്റെ എല്ലിൻ്റെ ഭാഗം നമുക്ക് ഉരിച്ചെടുക്കണം. പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അതേപോലെ സോയ സോസ് എന്ന് വെച്ചാൽ സോയാബീൻ സോസ്, പിന്നെ കുറച്ച് നമ്മൾ ചിക്കൻ ഫ്രൈക്കൊക്കെ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ മസാല തുടങ്ങിയ സാധനങ്ങൾ. അത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 2 സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അതേപോലെ മൈദ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്പൂൺ വെച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ അതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് വേണം. ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, കുറച്ച് അജിനോമോട്ടൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആ മസാല, ഒരല്പം വെനിഗർ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്കിതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടുന്നത്. ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഓരോരോ പീസ് എടുത്ത് നമ്മൾ ഇതേപോലെ മുക്കി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഒന്നിച്ച് ഇട്ടങ്ങോട്ട് ഇളക്കിയെടുക്കരുത്. ഇതേപോലെ ഓരോന്ന് നമ്മളതിൽ മുക്കി എടുത്ത് വെക്കണം. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മുക്കി എടുത്ത് വെക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് കുഴക്കരുത്. നമ്മൾ മീൻ പൊരിക്കാനൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്. ഇതേപോലെയാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിനെ നമ്മൾ ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്കിനി ഇതിന് വേണ്ടുന്ന മറ്റ് ചേരുവകൾ ജിഞ്ചർ, ഗാർലിക്ക്, വൈറ്റ് ഓണിയൻ, പിന്നെ സെലറി സ്റ്റിക്ക്. ഇതെല്ലാം വളരെ ചെറുതായി പൊടിച്ച് വെട്ടിയതാണ് നമുക്ക് വേണ്ടത്. നമ്മളിതിന് ഉണ്ടാക്കുന്ന മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇത് ലാസ്റ്റ് നമ്മൾ ഇടുന്ന സാധനമാണ്. സ്പ്രിംഗ് ഓണിയൻ കൂടി വെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഓരോരോ പീസുകൾ എടുത്ത്, നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഓരോരോ പീസുകൾ എടുത്ത്, അതേപോലെ തന്നെ ഓരോരോ പീസുകൾ എടുത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അടുക്കി വെക്കുക. എന്നുവെച്ചാൽ നിരത്തി വെക്കുക. അടുക്കി വെക്കുക എങ്ങനെയാണെന്ന് അറിയില്ല, നിരത്തി വെക്കുക. ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ നല്ല രീതിയിൽ അടുക്കി വെച്ച് നമ്മളിതിനെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഓയിലിലേക്ക് ഇട്ട ഉടനെ ഇളക്കരുത്. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ആദ്യത്തെ 2-3 മിനിറ്റ് നമ്മൾ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അല്പം തീ കൂട്ടി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഡ്രം സ്റ്റിക്കുകളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാ, നല്ല ചൊക കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടക്കത്തിട്ട് ഇങ്ങനെ ഒന്ന് കിലുക്കി നോക്കുമ്പോൾ കര എന്നുള്ള ശബ്ദം കൂടി വരും. അപ്പോൾ അത് നല്ല ഡ്രൈ ആയി കിട്ടിയെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കിയിട്ട് എടുക്കുക. കൈ കൊണ്ട് നേരിട്ട് പോയി തൊട്ട് നോക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ നമ്മുടെ ഡ്രം സ്റ്റിക്ക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിന് വേണ്ടുന്ന മറ്റു മസാല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ആദ്യം വെളുത്തുള്ളി ആണ് ഇട്ടിട്ടുള്ളത്. അതിന് കൂടെ നമ്മൾ വെട്ടിച്ചിട്ടുള്ള ഇഞ്ചി കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് വതക്കി എടുക്കണം. അതിൻ്റെ ആ പച്ചമണമെല്ലാം പോകുന്നവരെ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വതക്കി എടുക്കുക. എന്നിട്ട് പിന്നെ വൈറ്റ് ഓണിയനും അതേപോലെ സെലറിയും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക.
സെലറി എന്ന സാധനം വളരെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ആരോഗ്യപരമായിട്ടും വളരെ നല്ല സാധനമാണ്. ഈ സെലറി നമ്മൾ എന്താ പറയുക, ബോയിൽ ചെയ്ത് കുടിക്കുന്ന ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ 2 സോസുകളും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒരൽപ്പം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ച് എടുക്കണം. ഉപ്പ് കുറവായിരുന്നു, അതിനെക്കൊണ്ട് ഒരല്പം കൂടി ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു സ്പൂണ് ഷുഗർ കൂടി ചേർക്കണം. ഇപ്പോൾ മസാല റെഡിയായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് അതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സ് ആവണം. അതുപോലെ ചെറിയ തീയിലിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. ഇതാ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്തു നോക്കുക. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു.